ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. മഴയും മഴക്കെടുതിയും ഒക്കെ തന്നെയാണ്. ഇനി പത്രവാർത്തകളെ പോകാൻ നമ്മൾ കുറച്ചൊന്ന് സമയവും വൈകി. കുഴപ്പമില്ല, ഞാൻ എന്തായാലും വേഗം അതിലേക്ക് കടക്കാം. കനത്ത മഴ തന്നെയാണ്, മഴക്കെടുതി ഒക്കെ തന്നെയാണ് വാർത്തകൾ. മരണം വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത്. ഏതാണ്ട് എല്ലാ പത്രങ്ങളും പ്രധാനമായിട്ടും കാലവർഷക്കലി എന്നൊരു ഹെഡിങ്ങിൽ തന്നെ അല്ലെങ്കിൽ തലക്കെട്ടിൽ തന്നെ കൊടുത്താണ് പ്രധാനമായിട്ടും എല്ലാ പത്രങ്ങളും വാർത്തകൾ നൽകിയിട്ടുള്ളത്. മരണം തന്നെ ഏതാണ്ട് 6 മരണം തന്നെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. 10 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും കേരള കൗമുദിയും മാതൃഭൂമി ഒരു നല്ല പടം കൂടി കൊടുത്തിട്ടുണ്ട്. നല്ലതെന്ന് പറയാൻ കഴിയില്ല, ഒരു വലിയ മണ്ണിടിച്ചിലിൻ്റെ പടം കൂടിയാണത്. ആ ചിത്രം കൂടി കൊടുത്തുകൊണ്ടാണ് മാതൃഭൂമി 1-ാം പേജ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാ പത്രങ്ങളും 1-ാം പേജിൽ വളരെ വിശദമായി കാലവർഷക്കലിയെക്കുറിച്ചും കാലവർഷക്കെടുതികളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. വിഴിഞ്ഞത്ത് കാണാതായിട്ടുണ്ട് ആളുകൾ, ഏതാണ്ട് 12ഓളം പേരെ. അങ്ങനെ വിശദമായി വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഞാൻ മറ്റ് വാർത്തകളിലേക്ക് വേഗം പോവുകയാണ്. കാരണം കാലവർഷക്കലി എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റ് ചില വാർത്തകൾ നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകാൻ പോകുന്നു. 2-ാം തീയതി തന്നെ സ്കൂൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. അതായത് ഇനി സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ കൂടുതൽ നേരം പഠിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ തീരുമാനിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് തീരുമാനത്തിന് പിന്നിൽ ഹൈക്കോടതിയുടെ അന്ത്യശാസനമുണ്ട്. അതെന്താണെന്നാണ് നമുക്ക് വിശദമായി നോക്കാം. പത്രങ്ങൾ അത് വളരെ വിശദമായി നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയാണ് ഒരുപടി കടന്ന് ആ വാർത്ത നന്നായി നൽകിയിട്ടുള്ളത്. കൂടുതൽ നേരം പഠിക്കണമെന്നുള്ളതാണ്. കോടതി ശാസിച്ചു എന്നും പറയുന്നുണ്ട്. വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി. ഈ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലാണ് കോടതി ഇടപെട്ടിട്ടുള്ളത്. എന്തായാലും കോടതി ഇടപെട്ടതോടുകൂടി തന്നെ സർക്കാർ അതിൽ തീരുമാനമെടുക്കുന്നു. ഹൈസ്കൂൾ, അതായത് നമ്മുടെ ഹൈസ്കൂളുകളിൽ 6 ദിവസം പ്രവൃത്തി ദിനമായിരിക്കും. ശനിയാഴ്ച കൂടി പ്രവൃത്തി ദിനമായിരിക്കും. ഇപ്പോൾ ഹയർ സെക്കൻഡറി വരെയാണ് 6 ദിവസം പ്രവൃത്തി ദിനമുള്ളത്. ഇനി ഹൈസ്കൂളുകളും കൂടി പ്രവൃത്തി ദിനം 6 മാറും. ശനിയാഴ്ചകളിൽ എൽ പി സ്കൂളുകളിൽ ക്ലാസ് ഉണ്ടാകില്ല. അതൊരു ചെറിയ കുട്ടികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിരിക്കും. പക്ഷേ പൊതുവിൽ അധ്യയനം കൂടുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹൈക്കോടതിയുടെ അന്ത്യശാസനയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പുതിയ തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. ഹൈസ്കൂൾ ക്ലാസുകൾ അരമണിക്കൂർ കൂട്ടും. UP-യിൽ 2 ശനിയാഴ്ചയും ഹൈസ്കൂളിൽ 6 ശനിയാഴ്ചയും പ്രവൃത്തി ദിനമായിരിക്കും. LP ക്ലാസുകൾക്ക് ഉണ്ടാകില്ല. അങ്ങനെ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മനോരമ 1-ാം പേജിൽ മറ്റൊരു വാർത്തയാണ്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ മനോരമ 3-ാം പേജിൽ വളരെ വിശദമായി അരമണിക്കൂർ അധികം എന്ന് പറയുന്നുണ്ട്. ഒരു ക്ലോക്കിൻ്റെ ചിത്രമൊക്കെ കൊടുത്ത് പൊതുവിദ്യാലയങ്ങളിൽ ഹൈസ്കൂളുകളിൽ അധിക നേരം കൂടും. ഒരു പക്ഷേ ഒരു പുതിയ തീരുമാനമാണ്. കോടതി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ പഠനം സർക്കാരിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലിയ പത്രങ്ങൾ നന്നായി നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലും ആ വാർത്ത അധ്യയനം കൂടും എന്ന് പറയുന്നുണ്ട്. UP ക്ലാസ്സുകൾക്ക് 2ഉം ഹൈസ്കൂളുകൾക്ക് 6ഉം ശനിയാഴ്ചകൾ പഠനമെന്ന് മാധ്യമം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ പത്രങ്ങളും വളരെ വിശദമായി ആ സ്കൂൾ തീരുമാനവും സ്കൂൾ പഠനവും പറയുന്നുണ്ട്. മറ്റൊരു വാർത്ത മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിൽ സംവരണം അത് 1:1 എന്ന രൂപത്തിലാണ്, 1:1 എന്ന രൂപത്തിലാണ്. ആദ്യ ഒഴിവ് ജനറൽ, അതായത് സ്കൂളുകളിൽ പുതിയ അധ്യാപകരെയും അനധ്യാപകരെയൊക്കെ നിയമിക്കുന്നതിൻ്റെ മാനദണ്ഡമാണ് ഈ താൽക്കാലിക നിയമനം. ഇപ്പോൾ നമുക്കറിയാം PSC നിയമനങ്ങളിൽ കുറവുണ്ട്, കാരണം വലിയ പരിമിതി അക്കാര്യത്തിലുണ്ട്. അതുള്ളതുകൊണ്ട് PSC നിയമനങ്ങൾ നടന്നില്ല എങ്കിൽ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്കൂളുകളിലെ സംവരണം അഥവാ നിയമനത്തിലെ സംവരണത്തെക്കുറിച്ചാണ്. അത് 1:1. ആദ്യ ഒഴിവ് വരുന്നത് സ്വാഭാവികമായും ജനറൽ വിഭാഗത്തിനും മറ്റൊന്ന് OBC വിഭാഗത്തിനും പട്ടിക വിഭാഗത്തിലേക്ക് മാറും. അങ്ങനെയാണ് 1:1 എന്ന് വളരെ വിശദമായി പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ മനോരമ മാത്രമാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത് വലിയ പ്രാധാന്യത്തോടു കൂടി. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ തർക്കങ്ങളും വലിയ വിവാദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 1:1 എന്നുള്ളത് വലിയ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒരുപക്ഷെ കാരണമായേക്കും. അതുകൊണ്ടാണ് മനോരമ ഈ വാർത്ത 1-ാം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുകയാണ്. ഇനിയൊന്ന് മുഖപ്രസംഗമാണ്. നമ്മൾ കുറേ നാളുകളായി ഈ പ്രസ് സ്റ്റോപ്പിൽ മുഖപ്രസംഗത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നില്ല. കാരണം പല പത്രങ്ങളും മുഖപ്രസംഗം എഴുതുന്നതിൽ ഒരു പിന്നോക്കം, അതായത് ഒരു വിഷയം തീരുമാനിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ എടുക്കാനുള്ള കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിലെ വിള്ളൽ, ഇടിവ്, അതിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മഴക്കാലമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ദിവസം വൈകി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് മുഖപ്രസംഗം എടുക്കാൻ തീരുമാനിച്ചത്. അതിൽ മാതൃഭൂമി 8-ാം പേജിൽ മുഖപ്രസംഗത്തിൽ വളരെ വിശദമായി പറയുന്നത് ദേശീയപാതയെക്കുറിച്ചാണ്. ഒരു പക്ഷേ എന്തുകൊണ്ട് ഇതിപ്പോൾ എഴുതുന്നു എന്നാണ് ചോദ്യം. കാരണം ഇത് വളരെ നേരത്തെ എഴുതേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് പ്രസ് സ്റ്റോപ്പിൽ സംസാരിക്കുന്നത്? സുഗമപാത സുരക്ഷിത പാതയാകണം. ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടുമെന്ന വാർത്ത കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഓരോ മലയാളിയും. ഗതാഗത കുരുക്കിൽപ്പെട്ട് അങ്ങനെ വളരെ വിശദമായി പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വാർത്ത നിർമ്മാണത്തിനിടെയുണ്ടായ വീഴ്ചകളും വിവാദങ്ങളും ദേശീയപാത എന്ന മലയാളികളുടെ സ്വപ്നത്തിലേക്ക് ദൂരം കൂട്ടാൻ കാരണമായി കൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂരിയാടൊക്കെ ഉണ്ടായ ദേശീയപാതയിലെ വിള്ളലാണ്. അതെന്തുകൊണ്ട് പരാമർശിക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ചോദ്യം.
ചോദ്യം. മറ്റൊന്ന് കേരള കൗമുദിയുടെ എഡിറ്റോറിയലും മുഖപ്രസംഗവും ആ രൂപത്തിൽ തന്നെയാണ്. ഒരു കാരണവശാലും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വൈകുന്നത് മലയാളിയുടെ യാത്ര ദൂരത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കേരള കൗമുദി ഒരു പടി കൂടി കടന്ന് ഉദ്യോഗസ്ഥ പിഴവിന് ഹൈഡോസ് മരുന്ന്, അതായത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾക്ക് വിവാദങ്ങൾക്ക് കാരണക്കാർ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥരാണ് എന്ന് ഇപ്പോൾ വെളിവാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ പിഴവിന് ഹൈഡോസ് മരുന്ന് കൊടുക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സ്വീകരിച്ച കടുത്ത നടപടി ഉചിതവും മാതൃകാപരവുമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ധീരമെന്ന് കൂടി വിശേഷിപ്പിക്കണമെന്ന് പറയുകയാണ് കേരള കൗമുദി. അതായത് ഈ ദേശീയപാതയുടെ വിള്ളലുമായി ബന്ധപ്പെട്ട് തകർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ദേശീയപാത ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയാണ് പ്രതികൾ. അതിലെടുക്കാൻ പോകുന്ന നടപടികൾ നന്നായി എന്നാണ് കേരള കൗമുദി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ മറ്റൊരു വാർത്ത, ഇതിൻ്റെ മറുവശം എന്ന രൂപത്തിൽ മനോരമ എഡിറ്റോറിയലല്ല, പക്ഷേ 9-ാം പേജിൽ തന്നെ വളരെ വിശദമായി ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അടങ്ങിയപ്പോഴാണ് പത്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ സത്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇതുവരെ സംസ്ഥാന സർക്കാരിലേക്കായിരുന്നു വിരൽ ചൂണ്ടിയിരുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് മാറി ഇത് ദേശീയപാത അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ദേശീയപാത മന്ത്രാലയത്തിൻ്റെയോ തലയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത, CAG വന്നാൽ മന്ത്രാലയത്തിന് കൈ കഴുകാനാകില്ല അക്കാര്യത്തിൽ. അതായത് ഈ വലിയ ദേശീയപാതയിലെ വിള്ളലുകൾ ദേശീയപാതയിലെ അല്ലെങ്കിൽ അത് അഴിമതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ മനോരമ ചെയ്യുന്നത്. പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ടാകും. CAG വന്നാൽ വരാനിടയുള്ള വിഷയങ്ങൾ, കരാറിൽ ഉൾപ്പെടെ സുതാര്യത പാലിച്ചോ, ഫണ്ട് വിനിയോഗം കാര്യക്ഷമമായിരുന്നോ, പദ്ധതിയുടെ നിർവഹണ ഘട്ടത്തിൽ ഗതാഗത മന്ത്രാലയവും ദേശീയപാത അതോറിറ്റിയും മേൽനോട്ടം നടത്തിയിരുന്നോ, പ്രതീക്ഷിച്ച ചെലവ്, സമയപരിധി എന്നിവ പാലിച്ചോ? ഇതെല്ലാം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ദേശീയപാത മന്ത്രാലയത്തിൻ്റെ തലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനോരമയുടെ വാർത്ത. CAG വന്നാൽ ദേശീയപാത മന്ത്രാലയത്തിന് കൈ കഴുകാനാകില്ല എന്നാണ് മനോരമ പറയുന്നത്. പറയാൻ വൈകിപ്പോയി എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്ന് അടങ്ങാൻ പോവുകയാണ്. കാരണം ഇത് കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് പോകുന്ന കൂടി പത്രങ്ങളും അക്കാര്യത്തിൽ ഒന്ന് മയപ്പെടും. കാരണം സംസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി, സംസ്ഥാനത്തിൻ്റെ കയ്യിലല്ല കാര്യങ്ങൾ എന്നാണ് പത്രങ്ങളും സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം M സ്വരാജ് നിലമ്പൂരിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു. നിലമ്പൂർ ഇങ്ങനെ കത്തിക്കയറുകയാണ് ഈ മഴക്കാലത്ത് പോലും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് അവിടെ വലിയ റോഡ് ഷോയൊക്കെ ഉണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ഈ PV അൻവറുമായി ബന്ധപ്പെട്ടാണ്. സ്വരാജിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാവരും 1-ാം പേജിൽ തന്നെ സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് നൽകിയിട്ടുണ്ട്. PV അൻവറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അതായത് PV അൻവറിനെ UDFിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും പത്രങ്ങൾ അക്കാര്യങ്ങൾ, അതായത് അൻവർ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെ കാണുന്നത്, അൻവറിൻ്റെ ഒരു രാഷ്ട്രീയം, അൻവർ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും രാഷ്ട്രീയ അവലോകനം നടത്തുന്ന പത്രങ്ങൾ വാർത്തയായിട്ട് വരുന്നില്ല, കാണുന്നില്ല എന്നൊരു വിമർശനം പ്രസ് സ്റ്റോപ്പിലുണ്ട്. ഞാൻ എല്ലാ പത്രങ്ങളിലും നോക്കി, ഒരു പത്രങ്ങളിലും അങ്ങനെ അൻവറിലേക്ക് ചൂണ്ടുന്ന കാര്യങ്ങളിലേക്ക് പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഷൗക്കത്തിനെതിരായ പരാമർശം പിൻവലിച്ചാൽ അൻവറിന് അംഗത്വം, അത് അടൂർ പ്രകാശിൻ്റെ കാര്യമായി പറയുന്നു. മറ്റൊന്ന് ഇതിൽ പറയുന്ന മാതൃഭൂമി മനോരമയൊക്കെ സ്വരാജിലേക്കാണ് പോകുന്നത്. എങ്ങനെ സ്വരാജിലേക്ക് CPM സ്ഥാനാർത്ഥിയായി സ്വരാജിനെ തീരുമാനിക്കുന്നു, സ്വരാജിലേക്ക് പൊതു സ്വതന്ത്രനല്ലാതെ സ്വരാജിലേക്ക് പോകാനുള്ള കാരണങ്ങൾ പരിഗണിച്ചത് 3 കാര്യങ്ങൾ. അങ്ങനെ സ്വരാജിനെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് വാർത്തകൾ പോകുന്നത്. പക്ഷേ അൻവർ ആയിരിക്കും ഒരുപക്ഷെ താരമെന്നാണ് പ്രസ് സ്റ്റോപ്പിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയം പറയുന്ന അൻവറിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന വാർത്തകൾ നൽകാൻ പത്രങ്ങൾ മടിക്കുന്നു എന്ന് തോന്നുന്നു. അതാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, മാധ്യമത്തിലൊരു വാർത്ത, അത് ഒരുപക്ഷെ മറ്റ് പത്രങ്ങളൊന്നും കണ്ടില്ല എന്നല്ല, ആ പത്രങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഹെഡിങ് ഇങ്ങനെയാണ്: അതെന്താ പട്ടികജാതിക്കാർ മേയറായാൽ? നമ്മുടെ സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിൽ മേയർമാരുണ്ട്. ആ മേയർമാരിൽ ആരും പട്ടികജാതിക്കാരില്ല. അത് ഞാനും ഈ വാർത്ത വായിച്ചപ്പോഴാണ് ശരിക്കും അതിലേക്ക് എൻ്റെ മനസ്സ് വളരെ സൂക്ഷ്മമായി പോയത്. കാരണം ഞാനൊന്ന് പറയാം. പ്രസിഡന്റ് അധ്യക്ഷ പദവികൾ വനിതാ സംവരണത്തിന് പുറമെ പട്ടികവർഗ സംവരണം 11% മുകളിൽ വരും. നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണമാണ് ഈ പറയുന്നത്. 11% മുകളിൽ വരും. ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2 തെരഞ്ഞെടുപ്പ് കൂടുമ്പോഴെങ്കിലും ഒരു മേയർ സ്ഥാനം പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്യേണ്ടതാണ്. എന്നാൽ സംവരണം 33% നിന്ന് 50% ഉയർത്തിയതിനു ശേഷവും 3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. സംസ്ഥാനത്ത് ഈ തദ്ദേശവുമായി ബന്ധപ്പെട്ട് 4ാമത്തേതാണ് വരാനിരിക്കുന്നത്. ഇനിയെങ്കിലും ഒരു മേയറെ, അതായത് ഒരു ദളിത് മേയർ സംസ്ഥാനത്തിനുണ്ടാകുമോ? ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കോർപ്പറേഷനുകളിൽ ഏതെങ്കിലും ഒരു മേയറായി ഒരു ദളിത് ആയ അല്ലെങ്കിൽ പട്ടികജാതിക്കാരായ ആരെങ്കിലും ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ചോദ്യം പ്രസക്തമാകാൻ കാരണമുള്ള വാർത്ത മനോരമ 3-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് നഗരസഭയുടെയും കോർപ്പറേഷൻ്റെയും വാർഡ് വിഭജനം അന്തിമ വിജ്ഞാപനത്തിൽ ഗുരുതര പിഴവുകൾ. അതായത് വാർഡ് വിഭജനം ആയിട്ട് ബന്ധപ്പെട്ട് അത് ഏതാണ്ട് പൂർണ്ണമാകുന്നു.
പക്ഷേ അതിൽ പിഴവുകളുണ്ട് എന്നാണ് മനോരമ പറയുന്നത്. ആ വാർഡ് വിഭജനം മാത്രമാണ് മനോരമ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ വാർഡ് വിഭജനത്തിനപ്പുറത്തേക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് അധ്യക്ഷനായും പ്രസിഡന്റായും മേയറായും ചെയർമാനായും മുനിസിപ്പാലിറ്റികൾ ചെയർമാനായും ഒക്കെ വരേണ്ട ആളുകളുടെ ലിസ്റ്റിൽ അത് തീരുമാനിക്കുന്ന ക്രമത്തിൽ പട്ടികജാതിക്കാർ കോർപ്പറേഷനിൽ പട്ടികജാതിക്കാരില്ല എന്നാണ് മാധ്യമം പറയുന്നത്. ഒരുപക്ഷെ ഒരു വലിയ വാർത്തയാണ്. ഈ അടുത്ത കാലത്തൊന്നും ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മാധ്യമം മാത്രമാണ് ഈ വാർത്ത എടുത്തിട്ടുള്ളതും നന്നായി നൽകിയിട്ടുള്ളതും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ടി നിഷാദിൻ്റെ ബൈലൈനുള്ള വാർത്തയാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് വന്ന നല്ല അത്തരത്തിലുള്ള വാർത്തയാണ്. മറ്റൊന്ന് പത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയ മിസ്സായ ഒരു വാർത്തയാണ്. ഇന്നലെ വന്ന വലിയ വാർത്തകളിലൊന്ന് ഒഡീഷയിൽ ഒരു ED ഉദ്യോഗസ്ഥൻ, EDയുടെ ചെറിയ ഉദ്യോഗസ്ഥനല്ല, EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ED നമുക്കറിയാം, ED എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ പല ആളുകൾക്കും പേടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ED കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിക്കുന്നു എന്ന് കൂടി ഒരു വാർത്ത വരുന്നു. ചില ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ED മൊത്തത്തിലൊന്ന് കുരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് ഭുവനേശ്വരിൽ നിന്നൊരു വാർത്ത വരുന്നത്. EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ 5 കോടി കൈക്കൂലി വാങ്ങുന്നു. അത് കേസ് ഒതുക്കാനാണ് 5 കോടി കൈക്കൂലി വാങ്ങുന്നു, ചെറിയ കൈക്കൂലിയല്ല. ആ വാർത്ത നമ്മുടെ മറ്റ് പല പത്രങ്ങളും തമസ്കരിക്കുകയാണ്. പക്ഷേ അത് ഒന്നാം വാർത്തയാക്കി മാറ്റിയിട്ടുള്ളത് ജനയുഗമാണ്. ജനയുഗത്തിൻ്റെ ഒന്നാമത്തെ പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് 5 കോടി കോഴ ചോദിച്ച DD അറസ്റ്റിൽ എന്നുള്ളത്. ആദ്യ ഗഡുവായി 20 ലക്ഷം വാങ്ങി. 20 ലക്ഷം വാങ്ങുമ്പോഴായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. അത് ദേശാഭിമാനി നൽകിയിട്ടുണ്ട് ഒന്നാം പേജിൽ ചെറുതായിട്ട്. സുപ്രഭാതവും ചെറിയ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റ് പത്രങ്ങൾ, നമ്മുടെ വലിയ പത്രങ്ങളൊന്നും, പ്രധാനപ്പെട്ട മുത്തശ്ശി പത്രങ്ങളൊന്നും ആ വാർത്ത നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാണാനുള്ളത്. കാരണം ED ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ EDക്കെതിരായ വാർത്തകൾ കൂടി വരേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രശ്നം അവസാനിക്കുന്നു.